ചരക്ക് ഇവിടെ ഇറക്കിക്കോട്ടെ. ഇങ്ങോട്ട് വന്നേ. താൻ കിച്ചണിലോട്ട് വയ്ക്കും. അവിടെ നിൽക്കണം. താനെന്താ എത്ര വൈകിയത്? അത് പിന്നെ പെട്ടുപോയി സാർ, മാർക്കറ്റിലെ തിരക്കിനിടയ്ക്ക്. മാർക്കറ്റിൽ തിരക്കിനിടയിൽ പോയി പെട്ടെന്ന് കുറച്ച് ഒഴിഞ്ഞു നിന്നൂടെ? ഞാൻ ഒഴിഞ്ഞു? നാക്ക് വിളക്കണ്ട. ഈയിടെയായിട്ട് കുറച്ച് ഉളപ്പുന്നുണ്ട്. തന്റെ ഒരു ഫാമിലി ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്റെ ഫാമിലി ഫ്രണ്ടോ? എവിടെ? അകത്തിരിപ്പുണ്ട്. എന്താടാ? ഓഹോ, ഭ്രാന്താണല്ലേ? കാലത്തെ പോക്ക് വെച്ച് ഇറങ്ങിയേക്കാണ്. പൂ വെച്ച് കണ്ടറിയ ഭ്രാന്താണെന്ന്. എന്തെല്ലാം ടൈപ്പ് ഭ്രാന്തന്മാരാണ്. ഡോക്ടർ, അയ്യോ, എന്തോ ആ പീസിന് എവിടെ നിന്ന് കിട്ടി? വഴി കിടന്ന് കറങ്ങായിരുന്നു. എന്നെ കണ്ടതാണ് മഹാഭാഗ്യം. എന്റെ കഷ്ടകാലു. സാർ, അയാൾ ഒരു പ്രശ്നക്കാരനാ. എന്ത് പ്രശ്നം? അയാൾക്ക് മുഴുവൻ പ്രാന്താ. എന്താ? ഓ സോറി, അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. അയാൾ മാത്രമല്ല, ആ കുടുംബം മുഴുവൻ സഹവാസികളാ. പണ്ടൊരു ബ്ലേഡ് ബാങ്ക് നടത്തി പൊളിഞ്ഞ ഫാമിലിയാ. എന്ത് ചോദിച്ചാലും കടം, കാശ്, പലിശ എന്നൊക്കെ പറയൂ. ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞ് നാട്ടുകാർ ഇങ്ങോട്ട് അയച്ചതാവും. അരപ്പിരിയിലകിയതാർക്കാണ് ഇനിക്കല്ല. എഴുന്നേൽക്കൂ, ഇരിക്കൂ. എഴുന്നേൽക്കൂ. വായം തുറന്നേ. എനിക്ക് കണ്ട സൂര്യനാണ്. വാ തുറക്കണോ നോക്കട്ടെ. സൂര്യൻ എന്താ എന്റെ വായിലായിരിക്കണേ? വാ തുറക്കണോ. പേരെന്താ? അലാവുദ്ദീൻ. അലവലാദിയോ? സ്വഭാവമല്ലേ ചോദിച്ചത്, പേര്? അലാവുദ്ദീൻ. അലാവുദ്ദീൻ. ഇതിലില്ലാത്തൊരു ബ്ലേഡ് എന്ന് വിളിക്കും. പലിശയുടെ ഏർപ്പാടാണേ. എത്ര കാലമായി സംഭവം തുടങ്ങിയിട്ട്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്ക് ഇത് തന്നെ, ഉപ്പാപ്പാക്ക് ഇത് തന്നെ. ഓ, അപ്പൊ പാരമ്പര്യമായിട്ടുള്ളതാ. ഉമ്മക്കില്ലേ? ഉമ്മാക്ക് ഉണ്ട്, സ്ത്രീകളുടെ ഇടയിൽ ചെറിയ തോതിൽ. എന്നെ പോലെ വിപുലമായിട്ടില്ല. ചികിത്സ എവിടാ? ഞാൻ ചെറിയ ചികിത്സ നടത്താറുണ്ട്. അതായത് കാശും മേടിച്ച് മുതലും പലിശയും തരാതാവുമ്പോ ഒരു ചെറിയ പ്രയോഗം. അത് ശരി. അതുപോലെ ചികിത്സക്കാൻ ഞാൻ ഇവിടെ വന്നത്. ആ സൂര്യൻ എവിടെ? സൂര്യനെങ്ങും മാനത്തല്ലേ. തൽക്കാലം ഞാനൊരു ചെറിയ ഡോസ് തരാം. അതുപോലെ ഡോസ് അവനിട്ട് കൊടുക്കാനാണ് ഞാനും വന്നിരിക്കുന്നത്. അത് ശരി. വേണ്ട, കൈവിട്. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞു. ആളിനെ നമുക്ക് മനസ്സിലായി. സിസ്റ്റർ, നമ്മുടെ ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തിക്കോ. ആവശ്യം വരും. ഒരു 3 നേരം ഇത് കൊടുത്തേരെ. ഒരു ദിവസം ഒബ്സർവേഷനിലിടാം. ഗുളിക കഴിക്കാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? തനിക്കിട്ടേ അവൾ ഡോസ് തരും. വയലന്റ് ആവാതെ ഒറ്റ ഡോസിന് ഞാൻ ശരിയാക്കാം. ഡോസ് കഴിച്ച് എന്റെ കാശ് കിട്ടോ? താൻ പോയി സൂര്യനെ വിളിക്കണോ? എനിക്ക് എന്റെ മുതലും പലിശ കിട്ടണം. പോയി വിളിക്കണോ? അറ്റൻഡർ. അറ്റൻഡർ ആണോ സൂര്യൻ? അവര് വന്ന് മുതലും പലിശയും ചേർത്ത് തരും. ആണോ? എന്നാ വിളിക്കാം. അറ്റൻഡർ, അറ്റൻഡർ. എന്താ ഡോക്ടറെ? ഇയാളെ അകത്തോട്ട് കൊണ്ടുപോയി. എന്നെ എന്തിനാ അകത്തേക്ക് കൊണ്ടുപോണത്? സൂര്യൻ എവിടോ? വരും വരും വരും. നമ്മുടെ ആളാ. സെഡേഷൻ കൊടുത്ത. അതൊന്നും വേണ്ടെന്നേ. ഞാൻ രാവിലെ ഇത്തിരി പൊറോട്ട ഇറച്ചി കഴിച്ചിട്ട് വന്നാ. വേണമെങ്കിൽ ഒരു ചായ കുടിക്കാം. മധുരം വേണ്ടേ? അതെ, ഇത് കഴിക്കാനുള്ളതല്ല, ബോധം കെടുത്താനുള്ള മരുന്നാ. ഒന്നുമില്ല, ഒന്നുമില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. പിടിച്ചോ. ഷോക്ക് കൊടുത്തരാം. സോപ്പല്ല, ഷോക്ക്, ഷോക്ക്. ഇയാളുടെ വീട്ടിൽ അറിയിക്കണ്ടേ സൂര്യ? ഒരു കുടുംബത്തിന് മുഴുവൻ പ്രാന്ത് പിടിച്ച് കിടക്കുമ്പോ ആരെ വിളിച്ചറിയിക്കാനാ സാർ? ശരിയാ, അയാളുടെ ഫാമിലി ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞിരുന്നു. ഇത് കുരിശായല്ലോ. ഇയാളുടെ ചികിത്സയുടെ കാശ് എങ്ങനെ ഈടാക്കും? തൽക്കാലം അതിനുള്ള പണം എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ആ പാവ ഇക്കയ്ക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ കടപ്പാടിനൊക്കെ എന്താണ് ഡോക്ടർ ഒരു വില? കൂൾഡൗൺ. അപ്പൊ തന്റെ ശമ്പളത്തിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഡോക്ടർ, എന്താണോ? രണ്ടുപേര് കാത്തിരിക്കുന്നു. ആര്? ഔട്ട് പേഷ്യൻസാ. 1000, 2000, 3000, പിന്നെ 1000, 2000, 3000, 4000, 5000, 6000, 7000, 8000, 9000, 10000, 11000. അസ്സലാമലൈക്കും. എന്താ കാര്യം? ഇന്ന് ഇവന്റെ പോക്കറ്റ് അടിച്ചിട്ട് 26,000 രൂപ പോയി. ഒരു ജോലിക്ക് കൊടുക്കാൻ വേണ്ടി കടം മേടിച്ചിരുന്ന കാലായിരുന്നേ. ഇപ്പൊ എന്ത് ചോദിച്ചാലും ആ 26,000 കണക്ക് മാത്രമേ അവന് പറയാനുള്ളൂ. മനസ്സിന് കട്ടിയില്ലാത്ത കൊച്ചനാന്നേ. ആരാ ഈ 26,000 രൂപ കട്ടോണ്ട് പോയത്? അതറിയാൻ പാടില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നു. അല്ല ഡാക്ടറെ, നിങ്ങൾ ഡാക്ടറാണല്ലേ? സോറി, ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല. ബാപ്പ, ഈ 26,000 എത്ര ആറുണ്ട്? അല്ല പറച്ചോനെ, കൊയ്ക്കുന്ന ചോദ്യം ചോദിച്ചത്. ബാപ്പ സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് എന്റെ മക്കൾക്ക് അറിഞ്ഞൂടാ മക്കളെ. അല്ലാ, എന്റെ മോന്റെ 26,000 എടുത്തോന്റെ തലയിൽ ഇടിത്തി വീണ് നാശകോടാലി ആയി പോണേ പടച്ചമ്പുരാനെ. അയ്യോ, 26,000, 26,000. അതെ, ഞാൻ എല്ലാം പറയാം സഹവാസി. ഈ മാർക്കറ്റിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ക്രോസ്
ഈ എടുത്താളുടെ മുഖം ഓർമ്മയുണ്ടോ? നീ അല്ലടാ 26 പൊട്ടിച്ചത്. ഹലാക്കിന്റെ അവരും കഞ്ഞിയായെന്നാ തോന്നുന്നത്. അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാൻ ഇരിക്കെ. നീ അല്ലേ പൈസ പൊട്ടിച്ചത്? പറടാ, നീ അല്ലേ പൈസ പൊട്ടിച്ചത്? അവനെ കുത്തടാ. എന്താണ് ഇത്? അവനെ പോയി പിടിക്കാൻ പറഞ്ഞപ്പോ വീഴാൻ പോയപ്പോ പിടിച്ചതാ. വീഴാൻ പോയപ്പോ പോയി അവനെ പിടിക്കണം. ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ ഡോക്ടർ. സിസ്റ്ററെ, എത്ര കറണ്ട് കയറ്റി എന്റെ തലയിൽ? ഒരു 240 വാട്ട്സ് വരും. കറണ്ട് ബില്ല് വരുമ്പോ പഠിച്ചോളൂ ആ തെണ്ടി ഡോക്ടർ. എടോ അവിടെ നിൽക്കാൻ. അയ്യോ, തലയുടെ ബൾബ് പോയി. ഏതാ വഴി? ഓ, മാറണം മാറണം. നീ പോടി ശക്കിലേ. ഡോക്ടർ ഭ്രാന്തൻ. എന്താണ്? അയ്യോ ഡോക്ടർ, ഡോക്ടർ എന്താ പന്നിയടാ? ഡോക്ടർ പന്നീന്ന് വിളിച്ചു. ഷോക്ക് കൊടുത്ത പോരെന്ന് തോന്നുന്നു. ഷോക്ക് ചെയ്ത് തന്തയ്ക്ക് കൊടുക്കടാ. അയ്യോ, ഡോക്ടർ തന്തയ്ക്ക് വിളിച്ചു. അത്രക്കായോ? താൻ പോയാളെ പിടിക്കണോ? ഓ, ഷോർട്ട് കട്ട് പിടിക്കാം. താൻ ഇവിടെ നിൽക്കുകയാണോ? എന്റെ രോഗമൊക്കെ കംപ്ലീറ്റ് മാറി. ഷോക്ക് അടിച്ചപ്പോ എന്ത് രസമായിരുന്നറിയോ? അതിന് തനിക്ക് രോഗം ഉണ്ടായിരുന്നില്ലല്ലോ. കുറച്ച് ഭ്രാന്ത് ഉണ്ടായിരുന്നില്ലേ? അത് കംപ്ലീറ്റ് മാറി. എന്നാര് പറഞ്ഞു? സ്വാമി ഭ്രാന്തനെ പറഞ്ഞ് സിസ്റ്ററും പറഞ്ഞു കംപ്ലീറ്റ്. ആ. ഇപ്പൊ ഞാൻ സ്റ്റഡിയാണ്. റോട്ടിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയണം. പിന്നെ ഉമ്മയും ബാപ്പയൊക്കെ ചോദിച്ചായിട്ട് പറയണം. പറയാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിടിക്കണോ? അയ്യോ, ഇവരെ കൊല്ലാൻ പറഞ്ഞേ. അതിനകത്ത് കയറിയാൽ എടോ, കുത്തരുത്, അയാളെ കുത്തരുത്. ഓ, അയ്യോ, അയ്യോ, കബഡി പിടിക്കല്ലേ. എന്റെ പൊന്ന് ഡോക്ടറെ. ഡോക്ടർ നിന്റെ വാപ്പ, അപ്പൊ പേഷ്യന്റ് ആണല്ലേ? പേഷ്യന്റ് നിന്റെ ഉപ്പാപ്പ. ദേ, അവൻ രക്ഷോട്ട് പോയി. എനിക്ക് 26,000 രൂപ തരാനുള്ളവനാ. അപ്പൊ നീ പലിശക്കാരനാണാ? ഞാൻ പോക്കറ്റ് അടിക്കാരനാണ്. അടിച്ചില്ല. എന്നാ വാടാ പോക്കറ്റ് അടി. താങ്ക് യു. പോക്കറ്റ് അടിക്കാൻ പറഞ്ഞു. പോക്കറ്റ് അടി കാരാന്നാ പറഞ്ഞത്. എവിടെ പോയി? ഇന്നലെ എങ്ങോട്ട് പോയത്? അതാരെ മൂത്രമൊഴിക്കാതിരിക്കടാ. മെക്കാനിക്ക് ഇതിൽ ഒരാൾ ഓർഡർ കണ്ട? ഇല്ല മോനെ. ഞാൻ പറഞ്ഞില്ലേ കാണാൻ ഹാവ്. പറ്റില്ല. വിളിച്ചാ? ഇല്ലേ. വിളിച്ചില്ലടാ മണ്ട. വിളിച്ച പോലെ തോന്നി. എന്താ സംഭവം എന്താ കാര്യം എന്ന് പറയുന്നത്? അപ്പൊ ഭ്രാന്തനാണല്ലേ? ഭ്രാന്തന്റെ തന്ത. തന്തക്ക് ഭ്രാന്ത. എന്റെ അമ്മച്ചി. അയ്യോ, ഇനി അങ്ങോട്ട് ഓടും. അയ്യോ, അയ്യോ, ഒറിജിനൽ ഓണർ. നീ എന്റെ പേഴ്സ് ഓടിച്ചത്. ഇപ്പൊ എനിക്ക് ഭ്രാന്തില്ല. ഇവര് തമ്മിൽ എന്താണോ? അത് പിന്നെ ഒരു പേഴ്സ്. അല്ല, പേഴ്സണൽ പ്രോബ്ലം. തീർന്നു. അയ്യോ, ഇതിനൊരു അന്ത്യമില്ലേ? ഇയാളെ കൊണ്ട് സെല്ലിലടക്കി. പിന്നെയും തന്തയ്ക്ക് വിളിച്ചു. അത്രക്കായ ഡബിൾ ഷോക്ക് കൊടുത്ത് സെല്ലിലടക്കി. യുമാരെ പ്രശ്നം തീർന്നില്ലേ? അതിന് രണ്ടിലൊരെണ്ണം തീരണം. താനൊരു കാര്യം ചെയ്യ്, പോയി വിറവ് കീറും. അയ്യോ, അയ്യോ, വിറവ് കീറാൻ പറഞ്ഞ ഇവൻ തൊണ്ട കീറുന്നെന്തിന്? ഓൾ ഫൂൾസ്.